സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സന്തോഷമുള്ളവരെ ടീച്ചർ. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഫ്രൈഡ് റൈസാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, വലിയവർക്കും ഇഷ്ടപ്പെടും. ഗോബി മഞ്ചൂരിയൻ ഞാൻ ഉണ്ടാക്കിയില്ലേ, ആ ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് അന്ന് എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല. അത് കാരണം കൂടെ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ പത്തിരി, ചപ്പാത്തി, പൊറോട്ട ഒക്കെ കൂടെ കഴിക്കാം. പക്ഷേ കൂടുതൽ നല്ല കോമ്പിനേഷൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുക. അതിനാവശ്യമുള്ള സാധനങ്ങൾ എല്ലാവരും വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാപ്സിക്കം, വെളുത്തുള്ളി, ക്യാരറ്റ്, അത് ബീൻസ് ഇങ്ങനെ നീളനെ കട്ട് ചെയ്യണം. ക്യാരറ്റ് അങ്ങനെ ചെറുതൊന്നും വേണ്ട, നീളം കട്ട് ചെയ്തോ, അതിനൊന്നും യാതൊരു പ്രശ്നമില്ല. പിന്നെ വേണ്ടത് ഞാൻ ബട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ സോയ സോസ്, പിന്നെ ഇത് ഓയിൽ വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാൻ, ഇത് ഉപ്പ്, അങ്ങനെ ഇരിക്കണം. പിന്നെ ചോറ് ഞാൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു. റൈസ് ബോയിൽ ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇനി പച്ചക്കറികളൊക്കെ ഒന്ന് വഴറ്റിയിടുക. ഗാർലിക്ക് ഇടുന്നു. ഗാർലിക്ക് കുറച്ച് കൂടുതലുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഗാർലിക്ക് ഇട്ടു. ഇനി അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു. അതോടൊപ്പം ഓയിൽ ഒഴിച്ചു, കുറച്ച് ഓയിൽ ഒഴിക്കുന്നു കേട്ടോ. ആദ്യം ബീൻസ് ഇടണം. ബീൻസിന് വേവ് കൂടുതലായതുകൊണ്ട് ബീൻസ് ഇടുക കേട്ടോ. ക്യാരറ്റ് ഇടണം. ക്യാപ്സിക്കം ലാസ്റ്റ് ഇട്ടാണ്. ഇത് വഴങ്ങി വന്നിട്ട് ക്യാപ്സിക്കം ഇട്ടാണ്. ഒരു ലേശം ഉപ്പെടുക്കുക കേട്ടോ. ഈ വെജിറ്റബിൾസിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കാരണം ഫ്രൈഡ് റൈസ് എന്ന് പറയുന്നത് ഇതാ ഒത്തിരി ഉപ്പിട്ട് കേട്ടോ. ഇത് തരി ഉപ്പിടുന്നു. ഈ ബാക്കി നമുക്ക് സോയ സോസൊക്കെ ഒഴിച്ച് പോരാതെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കേട്ടോ. ഒന്ന് അതിൻ്റെ മണം പച്ചമണം പോകുന്ന വരെ ഒന്ന് അരക്കാം കേട്ടോ. സോയ സോസ് ഒരു ടീസ്പൂൺ വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ. നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഒഴിക്കാം. അത്രയേ ഉള്ളൂ. ഞാൻ ഒഴിക്കേണ്ട ഒരു ടീസ്പൂൺ, 2 ടീസ്പൂൺ ഒഴിക്കാം. ഒരു മുട്ട അതിൽ ചേർക്കുന്നു കേട്ടോ. ഒരെണ്ണമല്ല, 2 4 എത്ര മുട്ട വേണമെങ്കിൽ എനിക്ക് ചേർക്കാം. ഞാൻ ഒറ്റ മുട്ട ചേർത്തുള്ളൂ എഗ് ഫ്രൈഡ് റൈസ് ആക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. എനിക്ക് പറഞ്ഞ മുട്ട 4 ചേർക്കാം. അപ്പോൾ പിന്നെ വേറെ കറിയൊന്നും വേണ്ട. ഗോബി മഞ്ചൂരിയനാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ. ഈ ചോറ് ഒരു കഷ്ണം ബട്ടർ ഇട്ടുള്ളൂ. ബട്ടറാണ് അതിന് ടേസ്റ്റ്. അല്ലെങ്കിൽ നിങ്ങൾ ഓയിൽ ഒഴിച്ചാൽ മതി. ഒരു വിരോധമില്ല, ഓയിലായാലും കുഴപ്പമില്ല. നന്നായി മിക്സ് ചെയ്യണം. ഇത് ഫ്രൈഡ് റൈസ് ഫലായി വളരെ ടേസ്റ്റിയാണ്. ഇപ്പോൾ പനീറിനോടോ പനീർ, ഗോബി മഞ്ചൂരിയൻ അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിലും മുട്ട ഓംലേറ്റോ അങ്ങനെ അല്ലെങ്കിൽ മുട്ട ഇതിൽ അടിച്ചൊഴിച്ച് പൊരിച്ച് കഴിക്കുകയാണെങ്കിൽ ചെയ്താൽ നല്ലത്. 1 ടീസ്പൂൺ വിനീഗർ കേട്ടോ. കുറച്ച് കുരുമുളക് കിട്ടാൻ മതി. അധികം ഇടേണ്ട. റൈസ് അത് വളരെ സിമ്പിളായിട്ടിരിക്കണം. നല്ല പോലെ ഇളക്കുക. ആ കുരുമുളകിൻ്റെ ഒരു മണം കൂടി മരണതിന് വേണ്ടിയിട്ട് കേട്ടോ. വളരെ ടേസ്റ്റുള്ള ഫ്രൈഡ് റൈസ് തയ്യാറായി. ഇതിൽ സ്പ്രിംഗ് ഓണിയൻ ഇടാം, ബാക്കി ഏത് ഇല വേണമെങ്കിൽ ഇടാം. പക്ഷേ ഞാൻ ഇട്ടിട്ടില്ല. അത് നിങ്ങൾ സൗകര്യം പോലെ ചെയ്തോളൂ. നമുക്ക് ഫ്രൈഡ് റൈസ് തയ്യാറായി. സ്പ്രിംഗ് ഓണിയൻ, ബേസൽ ലീവ്സ് അതൊക്കെ ഇടേണ്ടതാണ്. പക്ഷെ അതൊന്നും ഇല്ല. ഞാനത് ക്യാപ്സിക്കം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തു. കുറച്ച് കാഷ്നട്ട്സ് കൊടുത്തു. പക്ഷേ ഭയങ്കര ടേസ്റ്റാണ്. അത് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ. വളരെ ഈസിയാണ് അത് ഉണ്ടാക്കാൻ. ഫ്രൈഡ് റൈസിൻ്റെ പറഞ്ഞാൽ കുട്ടികൾക്ക് എളുപ്പം ഉണ്ടാക്കി കൊടുക്കും. ചോറ് ആദ്യം വേവിച്ച് വെച്ചാൽ പണി എളുപ്പമായി. അല്ലെങ്കിൽ പിന്നെ ചോറ് അതിൽ ഇട്ട് കഴിക്കണം. 1 ഗ്ലാസ്സിനോ 1.5 ഗ്ലാസ്സോ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 ഗ്ലാസ് അരിയില്ലെങ്കിൽ ആ കണക്കിനനുസരിച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചാലും മതി. ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ എന്ന് നിങ്ങളുടെ സ്വന്തം ടീച്ചർ